നമസ്കാരം, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരോട്, നിങ്ങളുടെ പാർട്ട്ണറിനോട് പറയാൻ പാടില്ലാത്ത 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിന്നെ കല്യാണം കഴിക്കേണ്ടായിരുന്നു, ആ കല്യാണം കഴിക്കാൻ തോന്നിയ നിമിഷത്തെ ഞാൻ ശപിക്കുന്നു എന്നൊരിക്കലും തൻ്റെ പാർട്ട്ണറോട് പറയാൻ പാടില്ല. കാര്യം, വിവാഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൂട്ടിയെഴുത്താണ്, അല്ലാതെ മനുഷ്യന്മാരുടെ കഴിവല്ല. അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യയാണെങ്കിലും ഭർത്താവിനെയാണെങ്കിലും നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. തെറ്റുകളും കുറ്റങ്ങളും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഇല്ലാത്ത മനുഷ്യന്മാരാരും ഇല്ലല്ലോ. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, പഴിചാരാതിരിക്കുക. രണ്ടാമതായിട്ട്, അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് ഉത്തരവാദി നീയല്ല, നിന്റെ പേരൻസ് ആണ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നിന്റെ വളർത്തുദോഷമാണ്, നിന്നെ വളർത്തിയതിൻ്റെ കുഴപ്പമാണ് എന്നൊന്നും ഒരിക്കലും പറയരുത്. കാരണം ഓരോരുത്തരുടെയും വ്യക്തിത്വം അവരുടേതാണ്. അവരവർ ചെയ്യുന്നതെല്ലാം അവരവരുടെ വ്യക്തിത്വം കൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്തിനാണ് പേരൻസിനെ പഴിക്കുന്നത്? പ്രത്യേകിച്ച് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരിക്കലും അത് താങ്ങാൻ കഴിയുകയില്ല, അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. മൂന്നാമതായിട്ട്, എൻ്റെ കഷ്ടകാലത്തിനാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്, കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. എല്ലാ മനുഷ്യർക്കും നെഗറ്റീവ്സ് ഉണ്ട്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും അഡ്മിറ്റ് ചെയ്യുകയും അവരിലെ പോസിറ്റീവ്സിനെ നെഗറ്റീവ്സിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ജീവിതം സ്വർഗമാവുന്നത്. നാലാമതായിട്ട്, അയലത്ത് വീട്ടിലെ ചേട്ടനെ കണ്ടില്ലേ, അല്ലെങ്കിൽ ചേച്ചിയെ കണ്ടില്ലേ, നിനക്ക് അതുപോലെ ആയിക്കൂടെ, നിനക്കാൾ എത്രയോ ബെറ്ററാണ് അവർ, നിനക്ക് അങ്ങനെ ആവാൻ ശ്രമിച്ചുകൂടെ എന്നൊന്നും ഒരിക്കലും നമ്മുടെ ഭാര്യയോട് പറയാൻ പാടില്ല. കാര്യം, അയലത്ത് വീട്ടിലെ സ്ത്രീ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അവർ നമ്മളോട് ചിരിച്ചു കാണിക്കുന്ന രീതി ആയിരിക്കണം എന്നില്ലല്ലോ അവരുടെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സ്നേഹിക്കുക. അയലുമായിട്ടോ അടുത്തുള്ളവരുമായിട്ടോ കമ്പയർ ചെയ്യാതിരിക്കുക ലൈഫിനെ. അഞ്ചാമതായിട്ട്, അവർക്കുണ്ടാകുന്ന എല്ലാ കടബാധ്യതകൾക്കും ദുശീലകൾക്കും ഉത്തരവാദി നീയാണ്. നീ കാരണമാണ് ഞാൻ കുടിയനായത്, അല്ലെങ്കിൽ നീ കാരണമാണ് എനിക്ക് ഇത്രയും കടബാധ്യത ഉണ്ടായത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താതെ, കുടിക്കുന്നതിന് മുമ്പും കടം വലിച്ചു വെക്കുന്നതിന് മുമ്പും ആലോചിക്കുക, എനിക്ക് കടം വീട്ടാനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ഞാൻ കുടിച്ചാൽ എൻ്റെ കുടുംബം പട്ടിണിയാകും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ഒരു ഭാര്യയോ ഭർത്താവോ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യത്തെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുക. എന്തുകൊണ്ടാണ് അവർ ദേഷ്യപ്പെടുന്നത്, അതിന് പരിഹാരം കാണുക. ഭാര്യ വഴക്കിടുന്ന സമയത്ത് ഭർത്താവ് സൈലൻ്റ് ആകുക. ഭർത്താവ് വഴക്കിടുന്ന സമയത്ത്